കർഷക പ്രക്ഷോഭം കനക്കുകയാണ്. ദില്ലി ചലോ മാർച്ചിനെ അതിർത്തിയിൽ തടയാനുള്ള ശ്രമങ്ങൾ പാഴായി. കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുകയാണ്. കർഷകർക്ക് ഡൽഹിയിൽ കടക്കാൻ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. വടക്കൻ ബുരാരിയിൽ സമാധാനപരമായി പ്രതിഷേധം നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ബുരാരിയിലെ നിരാൻഖാരി മൈതാനത്ത് കർഷകർക്ക് പ്രതിഷേധിക്കാം. ഡൽഹി ഹരിയാന അതിർത്തിയിൽ സമരം നടത്തിയ കർഷകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. ഇന്നും പ്രതിഷേധിച്ചവർക്ക് നേരെ കണ്ണീർ വാതകവും പ്രയോഗിച്ചു. MP പ്രദീപ് കുമാർ, നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധികൾ തുടക്കം മുതൽ തന്നെ ഡൽഹിയിലെ ഈ കർഷക പ്രതിഷേധത്തിന്റെയും പോലീസ് ഇടപെടലിന്റെയും തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്നലെ തുടങ്ങിയ പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണ് രാജ്യ തലസ്ഥാനത്തേക്ക്. പഞ്ചാബിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിവിധ കോണുകളിൽ നിന്നും കർഷകർ സംഘടിച്ചെത്തി രാജ്യ തലസ്ഥാനത്ത് അവരുടെ പ്രതിഷേധം സൂചിപ്പിക്കുകയാണ് ഈ നടപടികളിലൂടെ. അതിർത്തിയിൽ തടയാനുള്ള ശ്രമം പാഴായി. എല്ലാ തടയണകളും ഭേദിച്ചുകൊണ്ട് കർഷക പ്രതിഷേധം രാജ്യ തലസ്ഥാനത്തേക്ക് കടക്കുകയാണ്. ഡൽഹി അതിർത്തിയിൽ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള രക്ഷാകവചങ്ങളെയും മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് സമാധാനപരമായി പ്രതിഷേധം നടത്താനുള്ള അനുമതിയും ലഭിച്ചിരിക്കുന്നു. MP പ്രദീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുണ്ട്. പ്രദീപ്, കർഷക പ്രതിഷേധത്തെ പോലീസ് സന്നാഹം ഉപയോഗിച്ച് നേരിടാം എന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കം പാഴായിരിക്കുകയാണല്ലോ. ഇപ്പോൾ അവർക്ക് പ്രതിഷേധിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്നതാണല്ലോ ഏറ്റവും പുതിയ വിവരം. എന്താണ് അവിടെ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ? ഗോപികൃഷ്ണൻ, നമുക്ക് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരം അതുതന്നെയാണ്. അതായത് ഡൽഹിയിലേക്ക് കർഷകർ പ്രവേശിച്ചിരിക്കുന്നു. ഡൽഹിയുടെ പടിഞ്ഞാറൻ മേഖല ആണ് ഇപ്പോൾ ഈ കർഷകർക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പടിഞ്ഞാറൻ ഡൽഹിയിലെ തിക്രി ബോർഡർ വഴിയാണ് ഇപ്പോൾ കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. കർഷകരും പോലീസും, ഡൽഹി പോലീസും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കും ഒരു സമവായത്തിലേക്കും എത്തിയത് എന്നുള്ളതാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, സമാധാനപൂർവ്വമായ സമരമായിരിക്കണം എന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഡൽഹി പോലീസ് PRO തന്നെ അറിയിക്കുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഡൽഹിയിൽ ഒരു കാരണവശാലും ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാട് അത് തിരുത്തപ്പെട്ടിരിക്കുന്നു. അതിൽ അയവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഡൽഹി ഹരിയാന ബോർഡർ, അതായത് സിംഗ് ബോർഡറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ അതിർത്തി പ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. അതുപോലെ രാവിലെ 10 മണി മുതൽ തന്നെ ഇവിടെ കർഷകർ കൂട്ടമായി തന്നെ ഇവിടെ എത്തുന്നു. അങ്ങനെ വലിയ തോതിൽ ഒരു സംഘർഷവും പ്രതിഷേധവും ഒക്കെ ഉയർന്ന ഒരു രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള സംഘർഷവും പ്രതിഷേധവും ഏറ്റുമുട്ടലും ഒക്കെ നടക്കുന്നുണ്ട് രാജ്യ തലസ്ഥാനത്തിന്റെ അതിർത്തി മേഖലകളിൽ. നമ്മൾ ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സഹിതമുള്ള റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല. പൂർവാധികം ശക്തിയോടുകൂടി, കരുത്തോടുകൂടി കർഷകരുടെ ഈ പ്രതിഷേധം ഡൽഹിയിലേക്ക് വ്യാപിക്കുകയാണ്. അവരുടെ ദില്ലി ചലോ മാർച്ച് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തേക്ക് കടക്കാൻ അനുമതി ലഭിച്ചതോടെ ഇനി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി കൂടിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നിതിൻ, പഞ്ചാബിൽ നിന്നും കൂടുതൽ കർഷകർ സംഘടിച്ചെത്തുന്നു എന്നാണോ നമുക്ക് ഈ പ്രതിഷേധത്തെ കാണേണ്ടത്? അതല്ല ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാകെ അതിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് കർഷകരുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സാങ്കേതിക പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു. നിതിൻ, താങ്കൾ നിൽക്കുന്ന ഇടത്ത് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി നേരത്തെ റിപ്പോർട്ടുകൾ നൽകിയതാണ്. ഇപ്പോൾ നിതിൻ നിൽക്കുന്ന ഇടത്ത് ചില റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രദീപ്, എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം ഈ പ്രതിഷേധ മാർച്ചിനുണ്ടോ? ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ തന്നെ ഇപ്പോഴും ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. കർഷക സംഘടനകൾ ഒന്നാകെ തന്നെ, അതായത് ഏകദേശം 300ഓളം കർഷക സംഘടനകളാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി കാർഷിക നിയമങ്ങൾക്കെതിരെ രംഗത്തുണ്ട്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി ഡൽഹി ചലോ യാത്ര നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് ഡൽഹി പോലീസ് നിലപാടെടുത്തു. പക്ഷേ ആ നിലപാട് ഇപ്പോൾ തിരുത്താൻ ഡൽഹി പോലീസ് തയ്യാറായിരിക്കുന്നു. അല്ലെങ്കിൽ വളരെ കൃത്യമായ നിർദ്ദേശം ഡൽഹി പോലീസിന് മേൽ വന്നിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു പൊതുവികാരം ഉയർന്നതും കൂടി ഇവർക്കൊരു കാര്യമായി തന്നെ പറഞ്ഞു. ഈ ഒരു തീരുമാനത്തിൽ മാറ്റുന്നതിന് പിന്നിലുള്ള ഒരു കാര്യമായി വന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും വലിയ തോതിൽ തന്നെ ഇവിടെ ഇപ്പോൾ കർഷകർ
കർഷകർ ഇവിടെ പ്രദീപ്, നമുക്ക് അവരുടെ ആരുടെങ്കിലും പ്രതികരണങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ ആ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. അവരെങ്ങനെയാണ്, അവർ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രതിഷേധത്തിൽ നിന്ന്? ഈ കരിനിയമങ്ങൾ പിൻവലിക്കപ്പെടണം എന്നതാണല്ലോ അവരുടെ ആവശ്യം. കേന്ദ്ര സർക്കാർ അനുഭാവപൂർണ്ണം ഈ കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രദീപ്, പ്രതികരണങ്ങളിൽ തീർച്ചയായും നമുക്ക് അവരോട് തന്നെ അക്കാര്യം ചോദിച്ച് മനസ്സിലാക്കാം. अभी दिल्ली में एक साडी जिहड़ी कौम आ पंजाब दी ये मरना भी जानदी है जीना भी जानदी है। सानू मरन दी भी इजाजत है, सानू जीण दी भी इजाजत है। पर मैं मोदी नूं एक मैसेज दे देना चाहना, जे कटना नहीं तां, जे कटना फिर मैं मैसेज नहीं दूंगा। ये वादा ना नहीं कटोगे। अज तक ते मोदी आवा तू नहीं इतिहास पंजाब दा पढ़िया, कल्ला बाबा दीप सिंह सी जिहड़ा लत्थे सिर तो लड़िया। ये भी ओहदे बंदे ने तैनू दिने दिखाउणगे तारे, काले कानून तू लै आंदे मोदिया जो बड़े ने माड़े। असीं मोदी नूं दस देना चाहुंदे आ, असीं एक साल दा राशन लैके आए आ। साडियां रसोइयां 'च कैमरा मार लो, साडियां ट्रालियां 'च कैमरा मार लो, साडे बच्चे बजुर्ग बीबियां भी पिछे आउण नूं तैयार ने। पर तो अब रामलीला मैदान तक चढ़ेगा ਜਦੋਂ तक भी मोदी जाएगा, जिन्ना चਿਰ मोदी सरकार आ 5 साल तक भी चला लांगे। मोदी नूं जिहड़ा नक्क 'ਚ दम कर दांगे दिल्ली सरकार दा, दिल्ली दा साह नहीं बाहर आउण दवांगे। कोई बात नहीं, बैरिकेड लगा दे, ਅਸੀਂ ਰਵਾਂਗੇ ਇੱਥੇ। दिल्ली ਦੇ ਵਿੱਚ ਕੋਈ ਚੀਜ਼ ਨਹੀਂ ਦੇਣ ਜਾਣ ਦੇਵਾਂਗੇ। बैरिकेड ला लो, 45 ਘੱਟੋ ਘੱਟ 40 ਕਿਲੋਮੀਟਰ ਦੇ ਵਿੱਚ ਸਾਡੀਆਂ ਟਰਾਲੀਆਂ ਲੱਗੀਆਂ ਨੇ। ठीक है, ਅਸੀਂ ਪੰਜਾਬ ਦੇ ਬਹਾਦਰ ਲੋਕ ਆ ਜਿਹੜੇ ਕੁਰਬਾਨੀਆਂ ਦੇਣੀਆਂ ਵੀ പ്രദീപ്, ਜਾਣਦੇ ਆ। അവരോട് ഈ പ്രതിഷേധം, അതായത് ഈ നിയമം പിൻവലിക്കുന്നത് വരെ പ്രതിഷേധം തുടരുമോ? എന്താണ് അവർക്ക് പറയാനുള്ളത്? ਸ਼ਰਮ ਹੋਣੀ ਚਾਹੀਦੀ ਆ, ਕਿਉਂਕਿ ਅਸੀਂ ਇਹਨੂੰ ਤਖਤ ਤੇ ਬਿਠਾਇਆ ਵੋਟਾਂ ਪਾ ਕੇ, ਅਸੀਂ ਇਹਨੂੰ ਤਖਤ ਤੇ ਬਿਠਾਇਆ ਵੋਟਾਂ ਪਾ ਕੇ, ਤੇ ਜੇ ਇਹਨੇ ਤਖਤ ਤੇ ਬਹਿ ਗਏ क्या जी ये प्रोटेस्ट कंटिन्यू हो जाएगा क्या किस टाइम तक हो जाएगा ये जब तक एमएसपी का रेट ये नहीं लिख के दे देंगे, जब तक ये ऐसे ही चलता रहेगा। और मैं हरियाणा प्रदेश के किसान से एक रिक्वेस्ट करना चाहता हूं कि हरियाणा प्रदेश का किसान, जो ये पंजाब के किसान योद्धा बन करके यहाँ आए हैं किसान हित के लिए, हरियाणा प्रदेश का किसान अपने घर से निकले और इस पंजाब से जो योद्धा किसान आए इनका कंधे से कंधा मिला करके इनका साथ दें, और किसान के जो पेट पर लात मारी है नरेंद्र मोदी ने उसका बदला लें, क्योंकि इस भारत देश की सीमा की सुरक्षा किसान का बेटा करता है। इस भारत देश की सुरक्षा किसान का बेटा करता है। ശരി, കർഷകരുടെ വയറ്റത്തടിക്കുന്ന ഈ നിയമം പിൻവലിക്കുന്നത് വരെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില എടുത്തു കളഞ്ഞ ഈ നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പിൻവലിക്കുന്നത് വരെ തുടരും എന്നാണ് കർഷകർ അവരുടെ പ്രതികരണങ്ങൾ പുറത്തുവരുന്നത്. MP പ്രദീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് കർഷക പ്രതിഷേധം ആളിക്കത്തുന്ന ഭൂമിയിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത്. പ്രദീപ്, ഏത് നിലയ്ക്കായിരിക്കും ഈ പ്രതിഷേധം ഇനി പുതിയ രൂപങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്? സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവസരവും അനുമതിയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒതുങ്ങി നിൽക്കുമോ ഈ പ്രതിഷേധം? ഗോപികൃഷ്ണൻ, സമാധാനപൂർവ്വമായ സമരത്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് തന്നെയാണ് തുടക്കം മുതൽ ഈ കർഷകർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മളിവിടെ വന്നപ്പോഴും വളരെ സമാധാനപൂർവ്വമായ ഒരു സമരമായിരുന്നു. പക്ഷേ ഇവരെ പിരിച്ചുവിടാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ പോലീസ് ടിയർ ഗ്യാസുകൾ ഉപയോഗിച്ചു. വലിയ തോതിൽ, അതായത് ഏകദേശം 30-40 ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഇവർക്കിടയിലേക്ക് വർഷിച്ചു. എന്തായാലും അതിനുശേഷം ആദ്യം പ്രകോപിതരായെങ്കിൽ പോലും പിന്നീട് നേതാക്കൾ ഇടപെട്ട് ഇവരെ അണിനയിപ്പിച്ച് നിർത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവർ റോഡിൽ കുത്തിയിരുന്ന്, നേതാക്കളടക്കം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. 1:50 കൂടിയാണ് വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കർഷകരും പോലീസും നേർക്കുനേർ നിന്ന് പോരാടി. ഇവർക്ക് ഇവിടെ നിന്നും കല്ലുകൾ പോലീസ് നിൽക്കുന്ന വശത്തേക്ക് പോയി. മാത്രമല്ല പോലീസുകാർ കർഷകർക്ക് നേരെയും കല്ലെറിഞ്ഞു. വലിയ തോതിലുള്ള ഒരു ടിയർ ഗ്യാസ് പ്രയോഗവും ഇവിടെ ഉണ്ടായി. മാത്രമല്ല ഗ്രനേഡുകൾ അടക്കം ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തുകയുണ്ടായി. എന്തായാലും വലിയ വീര്യമേറിയ ടിയർ ഗ്യാസ് ഷെല്ലുകളാണ് ഇവിടെ പോലീസ് പ്രയോഗിച്ചത്. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നു. കർഷകർ സംഘടനകളുമായി ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജ